ഹലോ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഇവാനാദം വ്ലോഗ്സ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ വീഡിയോ. കാരണം മുന്നേ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ വെഡ്ഡിങ് പർച്ചേസസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതിൻ്റെ കലാശക്കൊട്ടിനോട് അടുക്കുകയാണ്. നമ്മൾ ഡ്രസ്സസ് എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാങ്ങിയിട്ട് വന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, ഈ ഡ്രസ്സസ് മാത്രമാണ്, ബാക്കിയൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ഡ്രസ്സസ് മാത്രം നമുക്ക് 3 ഡേ ആണുള്ളത് ഈവൻറ്റ്സ്. തലേഡേ, കല്യാണ ഡേ ആൻഡ് പിറ്റേ ഡേ. അപ്പം നമുക്ക് അതെല്ലാം ഓരോരുത്തർക്കും നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. സോ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് വേഗം വീഡിയോയിലൊക്കെ പോകാം. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം ഈ ജയലക്ഷ്മി കല്യാണം തന്നെയായിരുന്നു മേജറായിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഓരോരുത്തരുടെയും ഞാൻ ഓരോ കവറാക്കിയിട്ടൊക്കെ ഇനി മാറ്റി മാറ്റി വെച്ചേക്കുവാണ്. എന്നാണ് സത്യം പറഞ്ഞാൽ ഒന്ന് അൺപാക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമുക്കിതിൽ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ഓക്കെ, സോ ഞാൻ ആദ്യം എനിക്ക് വാങ്ങിച്ച സാരി, അതായത് നമുക്ക് തലേ ദിവസത്തെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ തലേ ദിവസത്തെ റിസപ്ഷൻ എന്ന് പറയുന്നത് മധുരം വെപ്പാണ് ഫംഗ്ഷൻ. അപ്പം നമ്മളതിനൊരു കേരള സെറ്റാണ് അതിന് തീം കൊടുത്തേക്കുന്നത്. സോ ദിസ് ഈസ് മൈ സാരി. കാണാവോ? ആക്ച്വലി ഇതിനകത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ സാരി വിത്ത് അറ്റത്ത് സം ബ്ലാക്ക് ടെസൽസ് പോലെ. സാരിയുടെ ബ്ലൗസ് ഞാൻ ഇതാണ് എടുത്തത്. കൊള്ളല്ലേ, കാണാമല്ലോ അല്ലേ? കണ്ടോ, ഒരു ഇത് നല്ല ബ്ലാക്ക് വെൽവെറ്റാണ് ഈ ക്ലോത്ത്. കാരണം ബ്ലാക്ക് വെൽവെറ്റിൽ ഇതാ ഇങ്ങനെ സീക്വൻസ് വർക്ക്സ് ആയിട്ടും ഇങ്ങനെ മൾട്ടി പ്രിൻ്റ് ആയിട്ടും ഓരോരോ ലൈനായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇത് നല്ല തയ്ച്ച് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളിതെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇവയ്ക്ക് എടുത്തതാണ്. ഇവയ്ക്ക് ഇതുപോലെ ഒരു സെറ്റിൻ്റെ ഒരു ക്ലോത്താണ് എടുത്തത്. ഇതാ ഇങ്ങനെ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഒരു സെറ്റിൻ്റെ ഫ്രോക്ക് മാത്രം. ഇങ്ങനെ അടുത്തടുത്ത് കുറച്ച് കുട്ടാ വർക്ക്സ് പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ലൈനിങ് എടുത്തിട്ടുണ്ട്. ഞാനിത് സിമ്പിളായിട്ടൊരു ലൈൻ ഫ്രോക്ക് അവൾക്ക് തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ കറണ്ട് പോയി, നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം ചെറുതായിട്ടൊന്ന് സ്ഥലം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തലേ ദിവസത്തേക്ക് വാങ്ങിച്ചത് ഈ ഒരു മെറ്റീരിയലാണ്. ഞാൻ കുർത്താസിൽ ഒരുപാട് നോക്കി, ബട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ട 1-2 എണ്ണം നമ്മുടെ സൈസിന് യോജിച്ചതായിരുന്നില്ല. സോ ഞാൻ തോന്നിയത് ഇതാണ് നമ്മുടെ ആദ്യക്കുട്ടൻ്റെ മധുരം വെപ്പിൻ്റെ ഡ്രസ്സ്. ഒരു ജുബയും ഒരു മുണ്ടും. സോ നമ്മുടെ മധുരം വെപ്പ് കഴിഞ്ഞു. ഹായ്, എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്. അപ്പം അത് കഴിഞ്ഞു. ഇനി തൊട്ടുള്ള ഡ്രസ്സിങ്സിൽ ഇച്ചും അതും മിസ്സിങ് ആണ് കേട്ടോ. കാരണം ഇനി വാങ്ങിക്കുന്ന അവർക്കൊക്കെ റെഡിമെയ്ഡാണ്, നമുക്ക് മാത്രമേ സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. അല്ലെങ്കിലും ഗേൾസിന് മാത്രമല്ലേ. ഞാൻ കവർ ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. ദിസ് ഈസ് മൈ യെല്ലോ ആണ് കല്യാണ സാരി. എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിൽ കാണുന്ന ഒരു കളർ തന്നെയാണ് ഏകദേശം മസ്റ്റർഡ് യെല്ലോയിൽ. എനിക്കിത് പിന്നെ മടക്കി വെക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ഇവാച്ചുവിൻ്റെ ഡ്രസ്സ്, ഇവാച്ചുവിന് ഞാൻ എടുത്തത് ഈ ഒരു കളറാണ്. ഇത് നമുക്കിനി അടുക്കള കാണാൻ പോകുമ്പോൾ, അതായത് നമ്മുടെ തലേ ദിവസം കല്യാണ ഡേ പിന്നെ പിറ്റേ ഡേ നമ്മൾ പോകുമ്പോൾ ഉള്ള ഇവയുടെ ഡ്രസ്സാണിത്. ഇത് ഞാൻ ഒരിക്കൽ ചുമ്മാ വാങ്ങിച്ചതായിരുന്നു. പിന്നെ അവൾക്കത് വാങ്ങിച്ച് നമ്മളെല്ലാവരും റെഡിൻ്റെ തീമിലേക്ക് എടുത്തു. ഒരു നെറ്റിൻ്റെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. അപ്പം ഞാനിപ്പോൾ അവൾക്ക് നമ്മൾ ഒരു ദിവസം ലൈൻ ഫ്രോക്കാക്കി, ഒരു ദിവസം ടോപ്പും പാവാടയാക്കി. അപ്പോൾ ഇത് നമുക്കല്ലാത്തൊരു ഗൗൺ പോലെയോ അല്ലെങ്കിൽ വേറൊരു ഫ്രോക്ക് പോലെ തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ ദിസ് ഈസ് ദി ടോപ്പ്. ഇത് അതിൻ്റെ ലൈനിങ് ആണ്. അതെല്ലാം സാറ്റിനിലാട്ടോ ലൈനിങ് എല്ലാം എടുത്തത്. അത് കാണുമ്പോൾ ഇതിൽ വ്യത്യാസം തോന്നുന്നുണ്ട്. ഇത് ശരിക്കും ഒരു നല്ല റെഡാണ്. ഇത് പക്ഷേ ഒരു മെറൂണാണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതിനൊരു മെറൂണിഷ് ഷെയ്ഡ് വരും. ഞാൻ അത്ര റെഡിഷ് ആയാലും മെറൂണിഷ് ആയാലും കുഴപ്പമില്ല. കാണുന്ന എൻ്റെ ഡ്രസ്സ് കേട്ടോ. ഇത് ഇവയുടെ റെഡ് കണ്ടിട്ടാണ് ഞാൻ പിന്നെ എല്ലാം റെഡ് ആക്കിയത്. കല്യാണത്തിന് മാത്രമല്ല, ഞങ്ങളെല്ലാം വേറെ വേറെ കളറ്. സോ ഇതിങ്ങനെ ഒരു മെറ്റീരിയലാണ്. ഒരു നെറ്റിൻ്റെ കംപ്ലീറ്റ്ലി നെറ്റാണ്.
അങ്ങനെ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ടോപ്പും പാൻറ്റും തയ്ക്കാം, കാരണം നമുക്കിത് പിന്നെ ഇടണം. ഒരുപാട് നമ്മൾ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഇടാൻ പറ്റത്തില്ല. പിന്നെ അടുക്കള കാണാൻ അത്ര വലിയ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മൾ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് മാത്രമാണല്ലോ പോകുന്നത്. അതിൻ്റെ അറ്റത്ത് ഇതാ ഇങ്ങനെ ഒരു ചെറിയ ഇതും കൂടിയുണ്ട്. അപ്പം ഇതിലേക്ക് എനിക്ക് ഈ ഒരു സാറ്റിൻ്റെ ഇതാണ് കിട്ടിയത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ വരുന്നത്. കാരണം ഇവയുടെ ഇതുപോലെ തന്നെ ഈ ഒരു റെഡിഷ് ലൈനിങ് വരുമ്പോൾ ചെറിയൊരു മെറൂൺ. അപ്പോൾ ഏകദേശം എല്ലാം നമ്മുടെ ക്ലോത്ത്സ് എല്ലാം നമ്മൾ കാണിച്ചു. ഇനി ഒരു ഡ്രസ്സ് അതെന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതല്ല കേട്ടോ. ഞാൻ വെറുതെ ഒരു കട്ട് പീസ് കണ്ട് അതങ്ങനെ എടുത്തതാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഒരു പേർപ്പിളിഷ് പോലത്തെ വയലറ്റ് പോലത്തെ ഡിസൈൻ വരുന്നുണ്ട്. ഇതൊരു കട്ട് പീസ് കിട്ടിയപ്പം ഇനി ഇവയുടെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട്, എന്തിനെങ്കിലും നമുക്ക് തയ്ക്കാമെന്ന് വെച്ച് ഞാൻ അന്ന് എടുത്തതാണ്. ഇതിൻ്റെ ടോപ്പ് എന്ത് കളറുമായിട്ട് മാച്ച് ചെയ്യുന്നു എനിക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറയേണ്ടത്. നമ്മുടെ മോണോക്രോമാറ്റിക് കളർ അല്ലാതെ ഏതെങ്കിലും ഒരു കളർ ഇതിന് മാച്ച് ഉണ്ടെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബൈ ബൈ പറയാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇനി ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞിട്ട് സ്റ്റിച്ചിൽ ആ ഡ്രസ്സസ് കാണിച്ചുകൊണ്ടൊരു വീഡിയോ വേണമെന്നും കൂടി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അത് നമുക്ക് ഡയറക്റ്റ്ലി കല്യാണത്തിനൊന്ന് കണ്ടാൽ മതിയോ എന്താണെന്നുള്ളതും കൂടി കേട്ടോ. സോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.